പ്രവിതാലക്ഷ്മി, ഞാൻ പറഞ്ഞ കാര്യം താങ്കളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന സർപ്രൈസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നു. പ്ലേ. അപ്പോ ഇതാരാണ് പ്രവിതാലക്ഷ്മി? എന്റെ ചേട്ടന്റെ മോളാണ്. ആണോ? ഞാൻ വിചാരിച്ചു പ്രവിതാലക്ഷ്മി ആണെന്ന് വിചാരിച്ചു. ആണോ? പ്രവിതാലക്ഷ്മി കുട്ടിക്കാലമാണെന്ന് വിചാരിച്ചു. അപ്പൊ പ്രവിതാലക്ഷ്മി അതുപോലൊക്കെ ഇരിക്കുന്നു അല്ലേ? പ്രവിതാലക്ഷ്മിക്ക് പരിചയമുള്ള 1-2 ആൾക്കാർ ഇവിടെ ഇപ്പൊ വരും. അപ്പൊ വരൂ. സ്വാഗതം. ആ കഥ ചെറുതായിട്ട് തുറന്നുള്ളൂ. എവിടെ വിളിക്കുന്നേ? ആ വരൂ. ഓക്കെ. ഇദ്ദേഹത്തിനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ. ശ്രുതിബാല. അപ്പം കുഞ്ഞി ഇവിടെ ഫേമസ് ആണ്. കാരണം ഇപ്പം കുഞ്ഞിനെ എന്റെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത് നിങ്ങളുടെ ബന്ധം എങ്ങനെയാ? നിങ്ങളുടെ ബന്ധം നമുക്ക് അറിയില്ലായിരുന്നല്ലോ. ഇത് എന്റെ ചേട്ടന്റെ വൈഫ് മോള്. ഓ ഗ്രേറ്റ്. അപ്പൊ നമ്മോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ശ്രുതിബാല രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടോ അത്? ഓക്കെ. അപ്പൊ ഈ പ്രവിതാലക്ഷ്മി എത്ര കാലമായിട്ട് അറിയാപ്പോ? മൈക്ക് പറയും. താങ്കളുടെ അവതാരകയല്ലേ? കുറെ കാലമായിട്ട് ഫ്ലവേഴ്സിൽ ആങ്കർ ചെയ്തിട്ട്. അല്ല, ഞങ്ങള് ചെറുപ്പം തൊട്ടേ അറിയാം. ഞാന് പ്രവീൺ ചേട്ടൻ 1-ാം ക്ലാസ് അറിയാൻ തോന്നുന്നു. അതെ 1-ാം ക്ലാസ് മുതൽ അറിയാം. ഞാന് പ്രവീൺ ചേട്ടൻ പ്രവീത ഞങ്ങൾ എല്ലാവരും ഒരു 1-ാം ക്ലാസ് ഒക്കെ തൊട്ട് ഒരുമിച്ചാണ് ഡാൻസ് പഠിച്ച് വന്നത്. അപ്പൊ അങ്ങോട്ടേ ഉള്ള ഒരു കൂട്ടാണ്. അങ്ങനെ ഡാൻസിലൂടെ കയറിയതാണോ ഈ ദാമ്പത്യത്തിലേക്ക്? അങ്ങനെയും പറയാം, വേണമെങ്കിലും പറയാം അല്ലേ? അങ്ങനെയാണ് പറയാം. അങ്ങനെ ഈ പ്രവിതയെ കുറച്ച് കാലമായി കണ്ടിട്ട് ഉള്ള ഒരാള് 2 പേര് വന്നിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല കാണാനൊരു താല്പര്യമുണ്ട്. പ്രവിതയെ ഒന്ന് പരിചയം അല്ല പരിചയപ്പെടാൻ വന്നിട്ടുണ്ട്. പരിചയപ്പെടാൻ വേണ്ടിയാ. ഓക്കെ, വിളിക്കട്ടെ ഞാൻ. അപ്പൊ പ്രവിതാലക്ഷ്മിയെ പരിചയപ്പെടാനുള്ളവർ വരൂ. വരിക. ഇവിടെ അപ്പൊ അമ്മ അല്ലേ, അത് അച്ഛൻ അല്ലേ? ഈ കുട്ടിയെ ഇങ്ങോട്ട് അയച്ചത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയില്ലേ? അതിനുവേണ്ടി വിളിച്ചതാ നമ്മള്. എന്തൊക്കെയാണ് ഇതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ. അമ്മയ്ക്ക് എന്താ ഇപ്പൊ പറയാൻ തോന്നുന്നത്? അമ്മ പറഞ്ഞിരുന്നോ പ്രവിതാലക്ഷ്മിയോട്? സർപ്രൈസ് ആക്കിയില്ലേ? സർപ്രൈസ് ആയോ? അല്ല, എനിക്ക് എന്താണെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം കാണിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അല്ല, എന്നാലും പ്രവിത രഹസ്യം ചുരണ്ടി എടുക്കാൻ ശ്രമിച്ചോ? ഇല്ല, എനിക്ക് അറിയണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ അറിയണം എന്നില്ലായിരുന്നു. എന്നാലും അതിനകത്തൊരു കള്ളത്തരല്ലേ വിജയ? അല്ലേ? അതെന്താ അറിയോ, എന്താണെങ്കിലും വരും എന്ന് എനിക്കറിയാം, കാണിക്കും എന്നറിയായിരുന്നു. മോളെ കൈ കൊടുക്ക്. എന്താ മോളുടെ പേര്? മോൾക്ക് ഈ അമ്മായി എന്തുവാ വിളിക്കുന്നേ? അമ്മായി തന്നെയാണോ? ഓക്കെ. അപ്പൊ അച്ഛൻ ഗൾഫിലാണ് ജോലി. ഇപ്പൊ നാട്ടിലാ? അവസാനിപ്പിച്ചു പോന്നോ? തൽക്കാലം. ഇനിയും പോവും. ഭീഷണിയുണ്ട് അല്ലേ? അപ്പൊ ഈ പ്രവിതാലക്ഷ്മി ഭയങ്കര കുറുമ്പത്തിയാട്ടോ ഓഫീസില്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ വീട്ടിലും ചെറുപ്പത്തിലേ അതായിരുന്നു. നാണം കെടുത്തല്ലേ? പക്ഷെ എന്നാലും നല്ല കുറുമ്പ ആണല്ലേ? അമ്മയ്ക്ക് എന്തോ അഭിപ്രായം? വല്ലോണ്ട് ഇപ്പൊ പറഞ്ഞോളൂ, നമുക്ക് കുട്ടിയെ നേരെയാക്കാൻ പറ്റിയ സമയമാണ്. ഇതാകുമ്പോ ലക്ഷക്കണക്കിന് പ്രേക്ഷകരും കണ്ടോണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ സൈലന്റ് ആയിരുന്നില്ലേ അമ്മേ? അങ്ങനെ പറയാനോ? ശേഷം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ സൈലന്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ഓഫീസിൽ നിരന്തരം നിൽക്കുന്ന ആൾക്കാരായി ഒരു ബോധം കെട്ട് വീഴും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ആസ്ഥാന ഗായകനുണ്ട്, പ്രജിൻസി കണ്ണൻ. അതുപോലെ ഒരു ആസ്ഥാന ആശാട്ടി ഡാൻസറായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ പാട്ടോ?
പാട്ട് നമ്മള് പാട്ടുമുണ്ട് അമ്മേ, പാട്ടുമുണ്ട് കേട്ടോ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ വാർത്ത ഇല്ലയോ? അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ പറഞ്ഞത്, അതുണ്ടല്ലോ. അപ്പൊ ഈ അപ്പൊ അമ്മയുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് മകള് വാർത്തയിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടോ? എങ്ങനെ അതിന്റെ അവസ്ഥ? ഇപ്പൊ നല്ല വായിക്കുന്നുണ്ട്. improvement ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അച്ഛന് കുറച്ചുകൂടെ നിശ്ചിതമായിട്ടുള്ള അഭിപ്രായം കാണും. മുഖത്ത് നോക്കരുത്, മുഖത്ത് നോക്കാതെ അച്ഛൻ പറയണം. വേറെ ആരെയും വിമർശിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം മകളെ കാരണം വിമർശിക്കുന്നത്. വെച്ചാൽ എനിക്ക് അമ്മ പറയുന്നത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ആ, പക്ഷെ അച്ഛൻ വാർത്ത കാണാറില്ലേ? ഉണ്ട്, എപ്പോഴും കാണണ്ടേ? കാണും. കാരണം വെച്ചാൽ വീട്ടില് എന്ന് ഇട്ടാലും 24 ഉള്ളൂ. രാവിലെ എണീച്ചാൽ 24, കിടക്കാൻ നേരത്തും 24. അപ്പൊ ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങുമല്ലോ. അപ്പൊ അത് അപ്പൊ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് കയറിയപ്പോ അമ്മ ആലോചിച്ചു, യോ യവന്മാർ ഇവിടെ ഉണ്ടോ എന്നായിരിക്കും ആലോചിച്ചല്ലേ? അതല്ല, മൊത്തം അനലൈസ് ചെയ്യുക, അത് ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞു ആണല്ലേ? എന്നിട്ട് അത് Okay. മോളുടെ അടുത്ത് പറയും. ഞാൻ വെറും കണ്ടോണ്ടിരിക്കും അതൊക്കെ. ആണല്ലേ? ശ്രുതിബാല എത്ര കാലം ഒന്നിച്ച് ഡാൻസ് പഠിച്ചു? ഞങ്ങളൊരു 10-17 വർഷം ചെറുപ്പം നിങ്ങൾ ഒരേ സ്കൂളിലല്ലാണോ പഠിച്ചത്? അല്ല, ഒരേ സ്കൂളിലല്ല. അല്ല, അല്ലല്ല. ഞങ്ങൾ ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട്. ആ, ഞങ്ങള് ജില്ലാ തലത്തിൽ രണ്ടുപേരും ഒരുമിച്ച് കലാതിലകമായിട്ടുണ്ട്. ഇപ്പോഴും മത്സരം തുടരുമല്ലേ? ഇപ്പൊ മത്സരം വീട്ടിലല്ലേ? ഇല്ല. അപ്പൊ സഹോദരൻ എങ്ങനെ പരിചയപ്പെട്ടത്? അല്ല, പ്രവീൺ ചേട്ടൻ ഡാൻസറാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഡാൻസ് പഠിച്ചിരുന്നത്. നിങ്ങൾ കുടുംബത്തോടെ ഡാൻസറാണ്? ചേട്ടനാണ് ആദ്യം ഡാൻസ് പഠിച്ച് തുടങ്ങിയത്. ആ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കണ്ടിട്ടാണ് എനിക്ക് താല്പര്യം തോന്നി തുടങ്ങിയത്. അച്ഛൻ എന്നോട് ദേഷ്യപ്പെടരുത്. അച്ഛൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചില്ല, കണ്ട് രസിക്കും. കണ്ട് രസിക്കും. അമ്മയോ? ഇല്ല. ഞാൻ വിചാരിച്ചു നീ കുടുംബ പാരമ്പര്യമായിട്ട് നിങ്ങൾ ഡാൻസ് കക്ഷികളാണ്. അങ്ങനെയാണ്? അല്ല, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അച്ഛനെ അമ്മയെ സാക്ഷിയാക്കി, ശ്രുതിബാലൻ സാക്ഷിയാക്കി, മോളെ അമ്മായിയുടെ ഒരു ചോദ്യം. മോളെ അമ്മായിയുടെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. ഭയങ്കര ഗൗരവമാണല്ലേ മോളെ? ഓക്കെ, അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഒരാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ അച്ഛനും അമ്മയും കൂടെ അറിയേണ്ടതാ. ആ, വിചാരണ. ഇനി ചോദ്യം പ്ലേ. ഹായ് പ്രവിത ചേച്ചി, എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ചേച്ചി ഡാൻസ് ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഞാൻ തീരെ ചെറുതായിരുന്നു. എൻ്റെ പേര് അനന്തലക്ഷ്മി. ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോ ശ്രുതിബാല ചേച്ചിയുടെ കൂടെയൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ചേച്ചിയുടെ അമ്മയൊക്കെ നന്നായിട്ട് അറിയാം. നല്ലൊരു ഡാൻസർ ആണെന്നും അറിയാം. കുഞ്ഞിലെ തൊട്ടേ ചേച്ചിയുടെ ഡാൻസും എല്ലാം കണ്ടു തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളതും. അതുപോലെ ചേച്ചിയുടെ ബ്രദറിന്റെ ഡാൻസും. അപ്പൊ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ന്യൂസ് റീഡിംഗ് മേഖലയിലേക്ക് വന്നിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം. അപ്പൊ എങ്ങനെയാണ് ഡാൻസും ന്യൂസ് റീഡിങ്ങും എല്ലാം ഒറ്റ രീതിയിൽ കൊണ്ടുപോകുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയോ? ഓക്കെ, അതിനെപ്പറ്റി പറയൂ. അല്ല, ഞാൻ ഡാൻസ് എനിക്ക് തോന്നുന്നു ഒരു കോളേജ് അത് ജേർണലിസം പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ് വന്നു. എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷം ഗ്യാപ്പ് വന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഡാൻസ് ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഡാൻസിലേക്ക് വീണ്ടും സജീവം. അയാൾ ചോദിച്ച ചോദ്യം എന്തറിയോ? എങ്ങനെയാണ് നൃത്തവും വാർത്തയും തമ്മിൽ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ? അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ജേർണലിസം ഫീൽഡിൽ വന്നേ പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ല. അല്ല, ഓണറിലുള്ള ഡാൻസിനെ കുറിച്ചല്ല ചോദിച്ചത്. അല്ല, രണ്ടും കൂടി എങ്ങനെയാണ് ഒന്നിച്ച് കൊണ്ടുപോകുന്നത്? എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കുട്ടിയാണ്. എനിക്കൊന്ന് കലാതിലകമാകാൻ സാധ്യതയുള്ള കുട്ടിയായിരുന്നു. എനിക്ക് ഇപ്പൊ അതിന്റെ അപ്ഡേഷൻ അറിയില്ല എങ്ങനെയാണ്. അപ്പൊ എന്തായാലും സന്തോഷം. ഞാൻ ഒരു കാര്യം ചോദിച്ചില്ല, അച്ഛന്റെ പേര് ചോദിച്ചില്ല. സുരേഷ് മേയ്ക്കെന്ന് പറഞ്ഞു. അച്ഛന്റെ പേര് സുരേഷ്. അമ്മയുടെ പേര് പുഷ്പ. അപ്പൊ സുരേഷ് പുഷ്പ ദമ്പതികൾ ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണല്ലോ. ഈ മകളുടെ ഡാൻസും ഒക്കെ നൃത്തവും വാർത്തയൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ രാത്രി 12:30 മണിയാകുമ്പോൾ 24 ഓഫ് ചെയ്യണം. കാര്യം റിപ്പീറ്റാ. അതുകൂടെ കണ്ട് നിങ്ങൾ സഹായിച്ചു പറയരുത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മള് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ പ്രവിതയുടെ വീട്ടിൽ കയറി പൊങ്കാല കഴിക്കാൻ. ഇല്ല, അപ്പൊ അച്ഛനിങ്ങനെ ഓരോ മുറിയിലൊക്കെ ഇങ്ങനെ, ഈ മുറി ഇപ്പൊ അമ്മയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ അമ്മ ഇല്ല, അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഇനിയിപ്പോ ഇത് വാവയ്ക്ക് ഉപയോഗിക്കാനാ എന്നൊക്കെ. അപ്പൊ വാവയുണ്ടല്ലോ. അപ്പൊ എന്റെ വിചാരം ഇത് വാവ ഉപയോഗിക്കുമല്ലോ എന്നാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വാവ ഇതാ. വിളിക്കുന്ന വാവേന്നല്ലേ? ഓക്കെ, അപ്പൊ നശിപ്പിച്ച്. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ അങ്ങനെ ആക്കിയേക്കാം. ഓഫീസിലെ ഈ ലക്ഷ്മി എന്നൊക്കെ നീട്ടി വിളിക്കുന്നേക്കാളും വാവേ വാർത്ത വായിച്ചു തുടങ്ങും എന്ന് പറയാൻ കുറച്ച് എളുപ്പമാണ്. അപ്പൊ മാത്രമല്ല ആഷ്മി, നമ്മുടെ എളുപ്പം എന്താ അറിയോ? ഇനിയിപ്പോ നമ്മളൊക്കെ ഈ മോർണിംഗ് ഷോ കഴിയുമ്പോൾ ഇനി 100 ന്യൂസുമായി വാവ വരും. റീഡിംഗ് ഷിഫ്റ്റിലെ ഒരു കാര്യം കൂടി.
ഞാൻ അമേരിക്കയിൽ പോയപ്പോ എന്റെ അമ്മ. അത് പറയാതിരിക്കാൻ ഞാന് രക്ഷയില്ല. ഞാൻ ഇത് എപ്പോഴാ പോകാതിരിക്കുന്നാല് അല്ലല്ല, അമേരിക്കയിൽ വെച്ച് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ആ ഞങ്ങൾക്ക് 24 ഇഷ്ടമാണ്, അതിന് കാരണം ആ. ഞങ്ങളുടെ വാവ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞോ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ വാവ ജെയിംസിനെ മാവാന്നാണോ വിളിക്കുന്നത് അതല്ല, അല്ലേ ആ പ്രമിത ലക്ഷ്മിയുടെ ഓ, അത് ശരി. അയൽവാസികളോ സുഹൃത്തുക്കളോ ആണ്, അറിയാലോ, ചോദിക്കൂ. അല്ല നമ്മൾ വർഷങ്ങളായിട്ട് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അമേരിക്കയില് ആ അവര് വാവയെന്ന് തന്നെയാ പറയുന്നത്. സാർ എന്റെ നാട്ടുകാർക്കും ചേട്ടന്റെ ഫ്രണ്ട്സിനും എല്ലാം ഞാൻ ഇപ്പോഴും വാവ തന്നെയാണ്. അപ്പൊ അവര് എന്തായാലും ഈ ഒക്കെ വാവ വന്നിട്ട് എന്നുള്ള അങ്ങനെ വിളി ഹിറ്റായി. ചോദിക്കാം. ഇനിയിപ്പം 24 ഹിറ്റായി. ഈ വാവയോട് ഒരു വർത്താനം ചോദിക്കട്ടെ സ്കേൻ. ഞാൻ ഈ കുഞ്ഞുമോളൊന്നും മിണ്ടിയില്ലല്ലോ. ഒന്നും മിണ്ടില്ല. ഇവിടെ വന്നിട്ട് ഇഷ്ടായോ? ഇവിടെ ഇഷ്ടാണോ? പാട്ട് പാടുവോ? ഡാൻസ് പഠിക്കുമെന്ന് ചോദിച്ചു. ഡാൻസ് പഠിക്കോ? ഉണ്ടോ? അമ്മായി ഒന്ന് ആനക്കുട്ടിയെ മേടിച്ചു തന്നോ മോക്ക്? കിട്ടിയോ അത്? ആനയാണോ ഏറ്റവും ഇഷ്ടം? ഇതാരായി നിക്കുന്നേ അറിയോ? പേടിപ്പിക്കല്ലേ നമ്മള് നോക്കി പറയാം. അപ്പൊ ശ്രുതിബാല ആങ്കറിംഗ് ഒക്കെ ഇപ്പൊ ഈടെയായിട്ട് ചെയ്യുന്നില്ലേ? എങ്ങനെയാ എന്റെ സംഭവം? ഞാൻ കുറച്ചായിട്ട് ദുബായിലായിരുന്നു. ആ അപ്പം അവിടെ പോയി ദുബായിലായിരുന്നു. അവിടെ ഒരു പരിവാക്കിയോ? ഇല്ലില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ ഇപ്പൊ നാട്ടിലുണ്ട്. ഉണ്ട്. അപ്പം മറ്റേ ആളെവിടെ? ദുബായിൽ തന്നെ. അദ്ദേഹത്തെ അവിടെ നിർത്തിയിട്ട് പോന്നു. അതെ. ഇപ്പൊ അങ്ങോട്ട് പോകും ഉടനെ തന്നെ? ഉടനെ ഇല്ല, ഇപ്പൊ കുറച്ച് ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സന്തോഷം. അമ്മയ്ക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടോ? നമ്മൾ ഈ വാർത്തയൊക്കെ വായിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരാ. എന്തെങ്കിലും പറയാനുണ്ടോ? അത് മൈക്ക് കൊടുത്ത്. ആ പ്രത്യേകിച്ചൊന്നും പറയാറില്ല. അല്ല, ഞാൻ 24 സ്ഥിരം കാണുന്ന ആളാണ്. ഓക്കെ. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനല്ലേ? ഓക്കെ. അപ്പോൾ അച്ഛനോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആ എല്ലാം പുള്ളിക്കാരുടെ നിയന്ത്രണത്തിലാണ് ഇത്ര നാൾ പൊക്കോണ്ടിരുന്നത്. അതിലങ്ങ് അഭിമാനിക്കണം. അങ്ങനെയുള്ള അച്ഛന്മാരെ നമ്മുടെ നാടിന് ആവശ്യം. തീർച്ചയായും. കാരണം വെച്ചാൽ ഞാൻ നാട്ടിലില്ലാത്ത കാരണം ആ കുടുംബം നന്നായിട്ട് ഭംഗിയായിട്ട് കൊണ്ടു നടന്ന ഒരു അമ്മയാണ്. അച്ഛന്റെ അതേ അവസ്ഥ എവിടെ നിൽക്കുന്നവരല്ല, പക്ഷെ പറയത്തില്ലെന്ന് മാത്രം. അത് കളിക്കും. ഞാൻ പിന്നെ ഒരു പക്ഷേ പറയില്ല. അച്ഛൻ വളരെ അഭിമാനത്തോടെ അത് പറഞ്ഞു. അമ്മ അല്ല. മനസ്സിലാക്കണം. കാരണം വെച്ചാൽ ഞാൻ അടുത്തില്ലാത്ത കാരണം അതിൻ്റെ ഒരു ഗുണം ഉണ്ടോ? ഉണ്ട്. 24 അല്ല, അതല്ല സ്കേൻ എന്നെ ഇപ്പൊ അച്ഛൻ ഇല്ലാഞ്ഞിട്ട് പോലും എന്നെ ഡാൻസിനും എല്ലാ പ്രോഗ്രാംസിനും ഒക്കെ എന്നെ കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനുമാണ്. അപ്പോൾ അമ്മയും ചേട്ടനും എനിക്ക് തോന്നുന്നു എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് കുറേ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഡാൻസും പാട്ടൊന്നും പഠിക്കില്ല. എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. എൻ്റെ ചേട്ടൻ സത്യം പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടനെ കൊണ്ടുവരാം. നമുക്ക് ചേട്ടനെ ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാം. നമ്മള് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ പ്രവീൺചേട്ടന് നമ്മുടെ 24 വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ആഹാ എന്റെ കൂടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഫ്ലവേഴ്സിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ദിവസം കൊണ്ടുവരാം. അപ്പൊ അമ്മ നന്ദി. താങ്ക് യു. പാവടച്ച സന്തോഷം. ഓക്കെ ഓക്കെ. താങ്ക് യു പ്രജലക്ഷ്മി. താങ്ക് യു ശ്രുതിബാല. താങ്ക് യു അമ്മയുടെ മോളെ. താങ്ക് യു. ഓക്കെ മുടിക്ക് കുട്ടി. ഓക്കെ ഓക്കെ. നീ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇതുപോലുള്ള നിങ്ങളൊരു പക്ഷേ വാർത്താ സംപ്രേഷണത്തിനിടയിലൊന്നും നമ്മുടെ ബന്ധുക്കളെയോ പരിചയക്കാരെയോ സുഹൃത്തുക്കളെയോ ഒന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ചാറ്റ് റൂമിൽ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാൻ കഴിയും. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് ശാസനം വന്നു. ആ കമാൻഡ് നമ്മൾ അനുസരിക്കണ്ടേ? ഗോപികൃഷ്ണൻ ഇടവേളയ്ക്ക് പോന്നു. ആഷ്മി എന്താണ് ആഷ്മി? അപ്പൊ ബ്രേക്ക്.